സലീം പ്രഭു, താങ്കളുടെ അഭിപ്രായം വ്യത്യസ്തമാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, വ്യത്യസ്തത ഇവിടെ ഈ പ്രതിരോധം, ഒന്ന് പ്രതിരോധവും ഒന്ന് ആക്രമണവും, രണ്ടും രണ്ടായിട്ട് തന്നെ കാണും. ഇസ്രായേലിൻ്റെത് ഭരണകൂട ഭീകരതയാണ്. അവിടെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി താമസിച്ചിരുന്ന അറബികളെ ഒരു രാജ്യത്ത് നിന്ന് ആട്ടിയോടിച്ചതാണ്. പിന്നീട് ഇപ്പോൾ ഗോലാൻ കുന്നുകള്, അതേപോലെ തന്നെ സിനായ് മരുഭൂമി, ഈ മേഖലയിൽ നിന്നൊക്കെയുള്ള അറബികളെന്ന് വെച്ചാൽ അവിടുത്തെ പലസ്തീനിലെ പരമ്പരാഗതമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവിടെ മുസ്ലിങ്ങൾ മാത്രമായിട്ട് കാണുന്നുണ്ട്, അവിടെ ക്രിസ്ത്യാനികളുണ്ട്. ഇപ്പൊ നമ്മുടെ ആ മനോഹരമായ ഒരു ഗാനം, ഒരു സ്വീഡിഷ് ഗാനമല്ലേ, അപ്പൊ അത് എഴുതിയ അതിന്റെ ഓതറൊക്കെ തന്നെ അവിടെ നിന്ന് പോയതാണ്, ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോയ ആളുകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്നോട് പെട്ടെന്ന് മറന്നു. അപ്പൊ അങ്ങനെ അവിടെ ക്രിസ്ത്യാനികളും അവിടെയുള്ള മുസ്ലിങ്ങളും അവിടെയുള്ള നേരത്തെ താമസിച്ചിരുന്ന ജൂതമതക്കാരും ഇവരൊക്കെ തന്നെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജൂതന്മാര് അവരും ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ജനിച്ച് വളർന്ന നാട്ടിൽ നിന്നും ഒരു ജനവിഭാഗത്തെ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുന്നു, അവരെ അകാരണമായി മർദ്ദിക്കുന്നു, അവരെ ആക്രമിക്കുന്നു, അവരുടെ കൃഷിഭൂമി കയ്യേറി വീടുകൾ ഉണ്ടാക്കുന്നു, സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഭരണകൂടത്തിന്റെ തണലിൽ ഭീകരത നടത്തുന്ന ഇസ്രായേലിനെതിരെ ഒരു വിഭാഗം അവിടെ പ്രതിരോധം നടത്തുന്നുണ്ട്. ആ പ്രതിരോധത്തിൽ എന്താണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നേരത്തെ അവിടുത്തെ PLO പ്രതിരോധ പ്രവർത്തനം നടത്തി, അത് കഴിഞ്ഞ് ഹമാസിന്റെ പ്രതിരോധ പ്രവർത്തനം നടക്കുന്നു. ഒരു ഭാഗത്ത് ഹിസ്ബുള്ള നടത്താൻ കാരണം സിറിയയുടെ വലിയൊരു ഭാഗം ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തു. അവിടെ ഇസ്രായേല് പുതിയ സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നു. ആ സെറ്റിൽമെന്റിലുള്ള ആളുകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ലെബനോണിലുള്ള ജനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതിനെ ഒരു പൂർണ്ണാർത്ഥത്തിൽ ഭീകരവാദം എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമല്ല. കാരണം അവിടെ ഒരു പ്രതിരോധ പ്രവർത്തനം, ഇസ്രായേല് എല്ലാ അന്താരാഷ്ട്ര ശക്തികളും അമേരിക്ക അടക്കം പല തവണ യുദ്ധം അവസാനിപ്പിക്കണം, ഒരു സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിച്ചിട്ട് അതിനൊന്നും തയ്യാറാവാതെ ഒരു ജനവിഭാഗത്തെ കൊന്നൊടുക്കി അവസാനിപ്പിക്കൂ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ കാടൻ നയങ്ങൾക്കെതിരെ ലോകം ശാശ്വത സമാധാനം ഇസ്രായേലും കാംക്ഷിക്കുന്നുണ്ട്, പക്ഷേ ബന്ദികളെ വിട്ടയക്കണം എന്നൊരൊറ്റ ഡിമാൻഡ് മാത്രമേ അവർ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. അല്ല, അത് പറഞ്ഞല്ലോ, കരാറിൽ ബന്ദികളെ വിട്ടയക്കാമെന്ന് പല തവണ പറഞ്ഞു. ഈ കരാറോട് കൂടിയിട്ട് ബന്ദികളെ മുഴുവൻ വിട്ടയക്കാം. ആ വിട്ടയച്ച ബന്ദികൾ പറഞ്ഞു തങ്ങളെ വളരെ മാന്യമായിട്ടാണ് പരിഗണിച്ചതെന്ന് പറയുന്നു. എങ്കിൽ അത് എളുപ്പത്തിൽ പരസ്പരം കൈമാറ്റം നടത്തിക്കൊണ്ട് സമാധാനത്തിലേക്ക് വന്ന് ഒരു ദ്വിരാഷ്ട്ര ഫോർമുലയിലൂടെ പ്രശ്നം പരിഹരിക്കണം. അതാണ് നേരത്തെ ഓസ്ലോ ഉടമ്പടിയുടെ അടിസ്ഥാന തത്വം. പക്ഷെ ആ തത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും അവിടെയുള്ള പരമ്പരാഗത പലസ്തീനികൾ ജീവിക്കുന്ന ഭൂമിയിലേക്ക് സെറ്റിൽമെന്റ് ഉണ്ടാക്കുകയും ഒരു കാലത്തും പ്രശ്നം പരിഹരിക്കരുതെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനം, ഒരു രാജ്യം എങ്ങനെയാണ് ഭീകര പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് ഒരു ഭാഗത്ത് ഇസ്രായേലാണ് ഭീകരവാദികൾ. യെസ്, അതെ, എന്ത് സംശയം. ഇസ്രായേലാണ് യഥാർത്ഥ ഭീകര രാഷ്ട്രം. അവരുടെ ഭീകര പ്രവർത്തനമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഒരു രാജ്യത്തെ, ഒരു ജനവിഭാഗത്തെ, സ്വന്തം രാജ്യത്തെ ജനവിഭാഗങ്ങൾക്ക് നീതി കൊടുക്കാതെ ആട്ടിയോടിച്ചുകൊണ്ട് അവിടെ കുടിയേറി വരുന്ന ആളുകൾക്ക് പുതിയ സെറ്റിൽമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് അവരെ ആട്ടിയോടിക്കുകയാണ്. അവിടെ ജീവിക്കുന്ന ആളുകളെ, പരമ്പരാഗതമായി ജീവിക്കുന്ന ആളുകളെ ആട്ടിയോടിക്കുകയാണ്. തീർത്തും അനീതി നടപ്പിലാക്കിക്കൊണ്ട്, ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട നീതി നടപ്പിലാക്കാതെ ഒരു മതത്തെ മാത്രം. ഒറ്റ കാര്യം, അപ്പോ ആഗോള തീവ്രവാദത്തിന് നേതൃത്വം നൽകുന്ന ആരാ, ഏത് ശക്തികളാ? അല്ല, ആഗോള തീവ്രവാദത്തിന് പല മതത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവാം. പല രാജ്യങ്ങളിൽ പല തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം ഒരു മതക്കാരാണോ? അല്ലല്ലോ. പല തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. നേരത്തെ ഇന്ത്യയിൽ തന്നെ പഞ്ചാബിൽ ഭീകര പ്രവർത്തനം നടന്നില്ലേ? ആരായിരുന്നു ഉത്തരവാദി? ഏത് മതക്കാരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു. നേരത്തെ ആസാമിൽ ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടന്നില്ലേ? ഏത് മതക്കാരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു. ആസാമിൽ ബോംബ് വെച്ചതും അവിടെയുള്ള എണ്ണ പൈപ്പുകൾ പൊട്ടിച്ചതും അത് ഭീകര പ്രവർത്തനം. ഞാൻ ആഗോള തീവ്രവാദത്തിന് സഹിഷ്ണുതയോട് കൂടി യുഎസും യുകെയും എല്ലാം അരക്ഷിതാവസ്ഥയിലാണ്. യുഎസും യുകെയും ഒക്കെ വർത്തമാനകാലത്ത് അരക്ഷിതാവസ്ഥയിലാണ്. ആരാണ് ഉത്തരവാദി? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ശ്രീലങ്കയിലെ തമിഴ് ഹിന്ദു വിഭാഗം ഭീകര പ്രവർത്തനമല്ലേ നടത്തിയത്? അവരോട് അനീതി കാണിച്ച സമയത്ത് അവർ പ്രതിരോധ പ്രവർത്തനം നടത്തി ശ്രീലങ്കയിൽ. അതുകൊണ്ടാണ് ഇന്ത്യ പല ഘട്ടത്തിലും അവരെ സഹായിച്ചു. പിന്നീട് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം വന്നപ്പോഴാണ് നമ്മൾ കൈയൊഴിഞ്ഞത്. അപ്പൊ ലോകത്തെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ പല മതങ്ങളുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ പലതരത്തിലുള്ള ഭീകര പ്രവർത്തനം നടക്കുന്നു. ചിലത് പ്രതിരോധമാണ്, ചിലത് ആക്രമണോത്സുകമാണ്. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഭീകര പ്രവർത്തനത്തെ ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നു.
അതൊരു തരത്തിലും അവിടെയുള്ള ഭരണകൂടത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല. അവിടെ നടക്കുന്നത് തികച്ചും ഒരു ഭീകര രീതിയിലുള്ള ഭരണകൂടമാണ്. അവിടെ ജനങ്ങൾക്ക് നീതി കൊടുക്കുന്നില്ല. അതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും അതുപോലെയാണെന്ന് നിങ്ങൾ പൊതു തത്വം കൊണ്ടുവരാൻ പാടില്ല. അതിനെ പൂർണ്ണമായിട്ട് ആ തരത്തിലൊരു അർത്ഥം കൊടുക്കാൻ പാടില്ല. പലയിടങ്ങളിലും നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതിരോധമായിട്ട് തന്നെ കാണേണ്ടി വരും. എല്ലാ സ്ഥലത്തും ഒരുപോലെ കാണാൻ പാടില്ല. അതിന് വ്യത്യസ്തതയുണ്ട്. അതാണ് ഇസ്രായേലിൽ നടക്കുന്നത്. ഇസ്രായേൽ ഭരണകൂടം ആയത് അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. അവിടെ ജീവിച്ചിരുന്ന ആളുകൾ ആട്ടിയോടിച്ച് ഗാസ എന്ന് പറയുന്ന 20 കിലോമീറ്റർ ചുറ്റളവില് ലോകത്തെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്തേക്ക് അവിടുത്തെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ജീവിച്ച ആളുകൾ ആട്ടിയോടിച്ച് ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ചുട്ടുകരിക്കുകയാണ്. ആ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ലഭിക്കുന്നില്ല. ഡോക്ടർ ആരിഫിന് ചെറിയൊരു സംശയം. പറയട്ടെ. ഇവിടെ ഗോലാൻ കുന്നുകളും ഗാസയൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. ആരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തതെന്നൊന്ന് പറയാമോ? ഗോലാൻ കുന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് സിറിയയുടെ കയ്യിൽ നിന്ന്, അതേപോലെ തന്നെ ഗാസ ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്തു. അവിടെ നിരന്തരമായ യുദ്ധങ്ങൾ. ഈ ഗാസയും ഈജിപ്തിന്റെ കയ്യിലേക്കും അതുപോലെ സിറിയയുടെ കയ്യിലേക്കും ഈ പറഞ്ഞ സ്ഥലങ്ങൾ എങ്ങനെയാണ് എത്തിയത്? നിരന്തരമായി അവിടെയുള്ള അറബികളെ ആട്ടിയോടിച്ച സമയത്ത് സമീപ രാജ്യങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. അവരോട് ഇസ്രായേലുമായിട്ട് പലതരത്തിലും യുദ്ധം ചെയ്യാനുള്ള ശക്തി ഒരു പക്ഷെ ഉണ്ടാവില്ല. പക്ഷെ പ്രതിരോധം അവർ നടത്തി. അവിടെയുള്ള ഞാൻ പറഞ്ഞു വരട്ടെ. അവിടെയുള്ള ജനങ്ങളെ, അവിടെയുള്ള പലസ്തീനികളെ നിഷ്കാരണം ആട്ടിയോടിച്ചു അവരുടെ ഭൂമിയിലേക്ക്. ഞാൻ ചെറിയ ചോദ്യമാണ് ആരിഫ് ഹുസൈനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് സലീം സാഹിബിന്റെ വീട്ടിലൊരു വലിയ പ്രശ്നം നടക്കുന്നു. സലീം സാഹിബിന്റെ വലിയൊരു ദോസ്താണ് ഞാൻ സലീം സാഹിബിനെ സഹായിക്കാൻ വേണ്ടി വരുന്നു. എന്നിട്ട് പോരുന്ന വഴിക്ക് സലീം സാഹിബിന്റെ വീട്ടിലുള്ള ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ പെറുക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അല്ല, ഇവിടെ അതല്ലേ സത്യത്തിൽ ഈജിപ്തും സിറിയയും ചെയ്തത്. ഈ പറയുന്ന പലസ്തീനികളെ സഹായിക്കാനെന്നും പറഞ്ഞു വന്നിട്ട് തിരിച്ച് ഈ ഇസ്രായേലിനെതിരെ യുദ്ധവും ചെയ്ത് പ്രതിരോധവും തീർത്തിട്ട് പോകുന്ന വഴിക്ക് ഈ ഗോലാൻ കുന്നുകളും ഇവിടുന്ന് ഈ ഗാസയും പിടിച്ചോണ്ട് പോകേണ്ട എന്ത് കാര്യമാണ് ഈ ഈജിപ്തിനും ഈ പറയുന്ന സിറിയയ്ക്കും ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു. എന്ത് തരം പ്രതിരോധമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഗോലാൻ അല്ല, പറയട്ടെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന്റെ കൈവശമാണുള്ളത്. ഗാസ ഇസ്രായേൽ പിന്നീട് വിട്ടുകൊടുത്തതാണ്. ആരുടെ കയ്യിൽ നിന്ന് എടുത്ത് ഈജിപ്തിൽ നിന്ന് പിടിച്ചു. ഈജിപ്തിന്റെ കയ്യിൽ എങ്ങനെ എത്തിയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതാ പറഞ്ഞു വരുന്നത്. പറയട്ടെ, അവിടെയുള്ള ജനങ്ങളെ സഹായിക്കാൻ വന്നാൽ പിന്നെ എന്തിനാണ് പലസ്തീന്റെ സ്ഥലം കൈക്കലാക്കുന്നത്? എന്തിനാണ്? ഇടയ്ക്ക് ചോദ്യം ഉണ്ടാവരുത്. അവിടെയുള്ള ജനങ്ങള്, അവിടെയുള്ള പലസ്തീനികൾ നിരന്തരമായ അവിടെ കുടിയേറ്റം നടത്തിയ ജൂതന്മാരിൽ നിന്ന് അക്രമം നേരിട്ട സമയത്ത് പതിനായിരക്കണക്കിന് പലസ്തീനികൾ സമീപത്തെ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതുപോലെ ഈ രാജ്യത്ത് നിന്ന്, അതായത് പലസ്തീന്റെ ഭൂമിയിൽ നിന്ന് സമീപ രാജ്യങ്ങളിലേക്ക് അഭയം തേടിക്കൊണ്ട് ആളുകളുടെ കൂട്ടപ്പാലായനം നടന്നു. അവിടെ വലിയൊരു അഭയാർത്ഥി പ്രശ്നം വന്നു. അവിടെയുള്ള ജനങ്ങൾ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു. അപ്പോൾ സമീപത്തുള്ള അറബ് രാജ്യങ്ങൾ ഇടപെട്ടു. അവിടെ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ ഇസ്രായേൽ വീണ്ടും ആ യുദ്ധത്തിൽ ഇസ്രായേൽ കൂടുതൽ ഭൂമി പിടിച്ചെടുക്കുന്നു. യാഥാർത്ഥ്യമാണ്. നേരത്തെ തന്നെ അവിടുത്തെ ഏതാണ്ട് 60% ഭൂമി ഇസ്രായേലിന്റെ കൈവശമാണ്. പിന്നീട് ബാക്കിയുള്ള ഭൂമിയും അവരുടെ എല്ലാവിധ അമേരിക്കയുടെ പിന്നോട്ടോട് കൂടിയിട്ട് പിടിച്ചെടുക്കുന്നു. അവിടെയുള്ള ജനങ്ങളെ അട്ടിയോടിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയാം. അവിടെയുള്ള ജനങ്ങളെ അട്ടിയോടിക്കുന്നു. ഈ ഭരണകൂട ഭീകരതയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേലിൽ തുടരുന്നത്. ആ ഭരണകൂട ഭീകരതക്കെതിരെ ഇന്ത്യ നിലപാടെടുത്തത് കൊണ്ടാണ് 991 വരെ നമ്മുടെ പാസ്പോർട്ടില് ഇസ്രായേലിൽ പോകാൻ അനുവാദം കൊടുക്കാതിരുന്നത്. നമ്മൾ അനുവാദം കൊടുത്തില്ല. ഓസ്ലോ ഉടമ്പടി വന്നപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് മാറ്റം ഉണ്ടായത്. ഒരു കാര്യം, നമ്മൾ ചെറിയൊരു ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ ഇത്രയും അധികം നുണകൾ പറഞ്ഞു. ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ ഈ പലസ്തീനെ സഹായിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് പലസ്തീന്റെ പക്കലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരുടെ മണ്ണായിരുന്ന ആ സ്ഥലം പിടിച്ചെടുത്തത് ഇസ്രായേൽ അല്ല. അത് പിടിച്ചെടുത്തത് ഈജിപ്തും സിറിയയാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. ഇനി ഇത് ഇസ്രായേൽ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ മണ്ടത്തരമൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ പറയുന്നത് അതായത് അതിനുശേഷം 67 യുദ്ധം നടക്കുന്ന സമയത്ത് ആ സമയങ്ങളിൽ വീണ്ടും
അവിടെ ഈജിപ്ത്, അതുപോലെ സിറിയ അവരുമായിട്ടുള്ള യുദ്ധം, അത് വീണ്ടും ഇസ്രായേൽ നടക്കുന്ന സമയത്ത് അവരുടെ പക്കൽ നിന്ന് ഈ സ്ഥലം വാങ്ങിച്ച് ആ സ്ഥലം ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും ഗാസക്കാർക്ക് വിട്ടുകൊടുക്കുന്നത് ഇസ്രായേലാണ്. അതാണ് നിങ്ങൾ ഇവിടെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. അത് നിങ്ങൾ പറയുന്നില്ല. ഇനി എന്തിനു വേണ്ടി വിട്ടുകൊടുത്തു? അത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വിട്ടത്. ലാൻഡ് ഫോർ പീസ് എന്ന് പറയുന്ന ഒരു ഡീലാണ് അത് നിങ്ങൾ പറയില്ല. പറഞ്ഞ നിങ്ങളുടെ എല്ലാ വാദം പൊളിയും. ഒന്നത്. ഇനി ഇവിടെ നിങ്ങൾ പറയുന്നത് പ്രതിരോധം, ഈ മിണ്ടാതിരിക്കുന്ന സമയത്ത് 2005 ശേഷം അവിടുന്ന് ഇസ്രായേൽ വിട്ടുപോയ സ്ഥലമാണ് ഈ ഗാസ എന്ന് പറയുന്നത്. അവരവരുടെ ജൂതന്മാരായിട്ടുള്ള ആളുകളുടെ ശവക്കുഴി വരെ തോണ്ടി അവർ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഈ പറയുന്ന ഗാസക്കാർക്ക് വിട്ടുകൊടുത്ത സ്ഥലമാണ് ഈ ഗാസ എന്ന് പറയുന്നത്. ഇനി ഞങ്ങളില്ല, നിങ്ങളെയായി, നിങ്ങളെ പാടായി എന്ന് പറഞ്ഞിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഈ ഹമാസാണ്. ഹമാസും PLOയും കൂടി ആദ്യം PLO ഭരിക്കുന്നു, അതിനുശേഷം ഹമാസ് ഭരണത്തിലേറുന്നു. അവിടെ വന്നതിന് ശേഷം അവിടുത്തെ ജനാധിപത്യ പ്രക്രിയ തന്നെ അട്ടിമറിച്ച് അവിടെ കുട്ടിച്ചോറാക്കുന്നു. ഇതാണ് അവിടെ പിന്നീട് നമ്മൾ കാണുന്നത്. അതിനുശേഷം 2006-2007 മുതൽ ഈ പറയുന്ന 23 വരെയും ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? അത് ഹമാസാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ 15 വർഷത്തോളം അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തായിരുന്നു അവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്? അവിടെ എന്ത് പ്രതിരോധമാണ് നിങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്? അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹമാസിന്റെ ചാർട്ടർ എടുക്കണം. ചാർട്ടറിൽ ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഒരു ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാകാൻ പാടില്ല. അവിടെ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇല്ല. പൊന്ന് സലീം സാഹിബെ, നിങ്ങൾ ഇത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസുകാർ പോലും സമ്മതിക്കില്ല. നിങ്ങൾ എന്തിനാണ് ഈ തീവ്രവാദികളെ ഇതുപോലെ നിന്ന് വെളുപ്പിക്കുന്നത്? ഹമാസിന്റെ ചാർട്ടറിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്ക്രീനിൽ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചാൽ നല്ലത്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. എന്താണത്? ഇസ്ലാമിൽ ഒബ്ലിറ്ററേറ്റ് എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെ ഇതിനു മുന്നേയുള്ള ജൂയിഷ് സ്റ്റേറ്റുകൾ എങ്ങനെയാണോ ഇസ്ലാം ഒബ്ലിറ്ററേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ മറ്റ് സ്ഥലങ്ങൾ എങ്ങനെയാണോ ഇസ്ലാം ഒബ്ലിറ്ററേറ്റ് ചെയ്തിട്ടുള്ളത്, സമാനമായ രീതിയിൽ ഇതും ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ്. ഇവിടെ ഇസ്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ പാലസ്തീൻ വിൽ ഒബ്ലിറ്ററേറ്റ് എന്നല്ല എഴുതിയിരിക്കുന്നത്. ഹമാസ് വിൽ ഒബ്ലിറ്ററേറ്റ് എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണമെന്ന് ആദ്യം മുതലേ അത് അംഗീകരിച്ച് മുന്നോട്ട് വന്നത് ആരാണ്? അത് ഇസ്രായേലാണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്ഥാപിച്ച് അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ യുദ്ധവുമായിട്ട് കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങിയത് ആരാണ്? അറബികളാണ്. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റ് ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് കുട്ടികളെ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിലുള്ള ഈ ആന്റി സെമിറ്റിസം, ജൂതവിരുദ്ധത, അത് അവിടുന്ന് തള്ളിക്കളയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി സൗദി അറേബ്യയിൽ അടക്കം ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത് ശരിയാവില്ല. ഈ തരത്തിലുള്ള റിലേഷൻസ് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇത്തരത്തിലുള്ള ഗൂഢശ്രമങ്ങളൊന്നും നടക്കില്ല, അവരുടെ പോക്കറ്റ് കാലിയാകും എന്ന് വരുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് സത്യത്തിൽ ഇറാന്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രോക്സി വാറും ഇതുപോലുള്ള സാധനമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒരാവശ്യമില്ലാത്ത അറ്റാക്ക്. ഇനി എന്തുകൊണ്ട് ഇത്ര ആളുകൾ കൊല്ലപ്പെടുന്നു? അപ്പൊ നിങ്ങളുടെ പ്രശ്നം പാലസ്തീനിൽ മാത്രം ആളുകൾ കൊല്ലപ്പെടുന്നുള്ളൂ എന്നതാണോ? അതോ വേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതിന്റെ ഭാഗമായിക്കൊണ്ട് അയൺ ഡോം ഉൾപ്പെടെ അതല്ലെങ്കിൽ മറ്റ് ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള വഴികൾ ഒരുക്കിയത് കൊണ്ട് ഇസ്രായേലിലേക്ക് ഇവിടെ നിന്ന് കണ്ണുമുക്കില്ലാതെ പറത്തിവിടുന്ന ഈ മിസൈലുകൾ അവിടെ താഴെ വീണ് കുട്ടികളെ കൊല്ലാത്തതാണോ നിങ്ങളുടെ പരാതി? അതോ ഇനി തിരിച്ച് നിങ്ങൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് യുദ്ധം ചെയ്യണമെന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒരു കണ്ണുമുക്കില്ലാതെ പറത്തിവിടുന്ന മിസൈൽ പോലെ തിരിച്ചിങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരോ? ഏതാ വേണ്ടതെന്ന് നിങ്ങൾ പറയൂ. ഇനി ഇവിടെ ആളുകൾ കൊല്ലപ്പെടുന്നു, നമുക്കും വിഷമമുള്ള കാര്യമാണ്. എങ്ങനെയാണ് അത് കൊല്ലപ്പെടുന്നത്? എന്തുകൊണ്ട് കൊല്ലപ്പെടുന്നു? ഹ്യൂമൻ ഷീൽഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അതായത് ഹോസ്പിറ്റലുകളുടെയും സ്കൂളുകളുടെയും നഴ്സറി സ്കൂളുകളുടെ ഉള്ളിൽ വരെ തുരങ്കം പണിതിരുന്നു. 500-600 കിലോമീറ്റർ നീളത്തിലാണ് അവിടെ തുരങ്കം പണിത് വെച്ചിരിക്കുന്നത്. അതിലിരുന്നു കൊണ്ട് ഇതുപോലെ മിസൈൽ തൊടുത്ത് വിടുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് അത് വിടാൻ നേരത്ത് വാണിംഗ് കൊടുക്കുന്ന സമയത്ത് അവരെ പോകാൻ അനുവദിക്കാതെ കാറിന്റെ കീ വരെ ഇതുപോലെ വാങ്ങി വെക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അത് ഇവിടെ നിങ്ങൾ കാണാതെ പോകുന്നു. അപ്പൊ ഇതിനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇതും കൂടി കാണാൻ ശ്രമിക്കും. ഇനി ഒക്കെ പോട്ടെ, ഹമാസ് ചെയ്തതും ഇതുപോലുള്ള സംഗതിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യൽ എളുപ്പമല്ല. എന്താവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഹിസ്ബുള്ള ഈ പറയുന്ന പ്രശ്നത്തിൽ ഇടപെടുന്നത്? എന്താണ് അവരുടെ റോള്? എന്തിനാണ് ഹൂത്തികൾ ഇതിനകത്ത് ഇടപെടുന്നത്? യമനുമായിട്ട് ഇസ്രായേലിന് എന്താ പ്രശ്നം? അല്ലെങ്കിൽ ലെബനോനുമായിട്ട് എന്താണ് പ്രശ്നം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം? ഇത്ര നാളും ഈ പ്രശ്നം തുടങ്ങി അന്ന് മുതൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ചുമ്മാ ഇതുപോലെ മിസൈൽസ് തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയല്ലേ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ തിരിച്ചു കിട്ടുന്ന സമയം വന്നപ്പോൾ അയ്യോ കൊല്ലുന്നേ, ഞങ്ങൾ വെടിവെക്കുന്നേ, പേജർ പൊട്ടിത്തെറിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് നാണം ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കും. ഇതിനെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രതിരോധം എന്നൊക്കെ വാക്കെടുത്തിട്ട് വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി പറയും. നിങ്ങൾ ആസാമിലെ കാര്യം അതുപോലെ ഭൂലോക തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ അത്ര വലിയ കഷ്ടപ്പെടുന്നു വേണ്ട. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എല്ലാ വർഷവും ഇറക്കാറുണ്ട്. അത് ഇറക്കുന്ന സമയത്ത് ഇവിടെയുള്ള ടോപ്പ് 20 ടെറർ അറ്റാക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 20 ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. നമ്പർ 4 അല്ലെങ്കിൽ ടോപ്പ് 4 ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 4 ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. ഇനി
ഈ ടെററിസം കൊണ്ട് വലയുന്ന ആദ്യത്തെ 10 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 10ഉം ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ നേരിടുന്ന ടെറർ പ്രശ്നം നേരിടുന്ന രാജ്യങ്ങളാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ അതില്ലേ ഇതില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ വാട്ട് അബൌട്ട്സ് ഇറങ്ങിയിട്ട് ഇതിനെ വെളുപ്പിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇത് സോഷ്യൽ മീഡിയയും ഇതുപോലെയുള്ള കൈ വിരൽ തുമ്പിൽ നിങ്ങൾക്ക് വിവരം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഓക്കെ, യെസ് ഡോക്ടർ ആരിഫ്, വെൽ എക്സ്പ്ലെയിൻഡ്.